முருகா. குட் மார்னிங் அண்ணே. குட் மார்னிங். வந்தீங்களா? ஆமா. அப்புறம் வீட்ல குழந்தை குட்டிங்க எல்லாம் சௌக்கியம் தானே? ஏன் எனக்கு குழந்தை இல்ல குட்டில அப்புறம் ஏன் அவங்களுக்கு சௌக்கியம் கேக்குறேன்? யாரு அவன்? கடவுளே. പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പന്മാരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? ചെവിട്ടൂടെ എനിക്ക്? കണ്ണ് കണ്ടൂടെ എനിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടോണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്, പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ തന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50, ആലമൻഡ് അലേർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണമെടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. മതി മതി മതി, തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ വിളിച്ചിട്ടുണ്ടല്ലേ? നിർത്ത് നിർത്ത്, തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, സാറിവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. SP അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചകം അടിച്ച് നിൽക്കാണ്ട് പാനെടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. CI പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. ഐ എം മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുകി തിന്നാൻ. അതാണ് എന്തിനാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ തന്നെ അങ്ങനെ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കുന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നോൺസെൻസ്. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട് ₹10 ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. ஒரு திருடைய பணத்தை திருடிட்டு போயிட்டான் மேனேஜர் சார். பணத்தை திருடிட்டு போயிட்டான். സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷം? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറിച്ചെന്ന് പറയുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ ഈ കേസ് മുന്നേ വില വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം?
അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിക്കാൻ എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ ക്വാർട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ് SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI ഉമ്മർ എവിടെ? SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SI കുഞ്ഞീഷയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ, സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് വാടോ വരത്തലയാ. ബോധക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ബോധക്കേട്? ഡോക്ടർ എന്ത് പറയുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ. മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്നെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ ഒന്ന് ബോധം കെട്ടു. പക്ഷെ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും. പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കെ, ബോധം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സാർ. അത്ത அவங்க போயாச்சு. பார்த்துட்டு நிக்காத இழுத்து மேல வெயி காமாட்சி. ஆமா, എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ലെന്ന് നടിച്ച് കിടക്കാൻ പോണു? போலீஸ் அவனை பிடிக்கிற வரைக்கும். ஆனா ஒரு சின்ன ப்ராப்ளம் இருக்கு. சொல்லி தொலை. டாக்டர் சொல்லியாச்சு, ஆ. பேப்பட்டி கடிச்சா கூட இந்த மாதிரி போதக்கேடு வருவன்னு. அது நிஜமாவே போதம் கிடும். ஆமா, நீ எதுக்கு பேப்பட்டியை என்னையும் கனெக்ட் பண்ற? உங்களோட வயிற்றுல பொக்குள்ள ചുറ്റും 14 ഇഞ്ചക്ഷൻ போடணும்னு டாக்டர் പറഞ്ഞു. பொக்குலா? கடவுளே, என்னோட பொக்கு. അത്താ, 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 ഡോക്ടർ. എന്താണ് ഇത്? ബട്ട് സല്യൂട്ട് സർ. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാറേ, ഞാൻ നോ എക്സ്പ്ലനേഷൻ. സാർ, ബാലചന്ദ്രൻ എവിടെ? റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകി തിന്നയാളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. ശരൺ, എടോ, മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ, സർക്കിൾ അദ്ദേഹം ഇവരാണ് സാർ പറയുന്നത്. സാർ, ഞാൻ സാർ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ എടോ, സാർ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം. എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാട്സേ, താൻ പുഴുങ്ങി തിന്നാ മതി. എടോ, അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, ആ. പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെയാ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുകി തിന്നാനായി അയ്യോ. 24 അവേഴ്സിനകം കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ സസ്പെൻഡ് ചെയ്യും. ഇവര് തന്റെ ആരാ? എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാ, മാർഗരറ്റ്. മാഗി എന്റെ എന്നാ ഞങ്ങളെ വിളിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല. അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും ഒക്കെയാ. ഓക്കേ, ഐ ആം റെഡി. ആ, കാല് നേരെ വെക്ക്. ഹാർട്ടും ലങ്സും എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ. പേടിക്കാനില്ല. വെരി സ്ട്രോങ്. യെസ്, നെക്സ്റ്റ്. അയ്യോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആന്റി 25 വർഷത്തെ സർവീസുള്ള മൃഗ ഡോക്ടറാ. റെഡി. ഷട്ട് അപ്പ്. താങ്ക് യു. നോർമലാണ്. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾറൈറ്റ് നോ. ഞാൻ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് തരാം. അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം.
ഇയാളല്ലേ? ഒന്നോർത്ത് നോക്ക്. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവിലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കെ, തട്ടിപ്പറിച്ച ആളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനൊക്കോ? ഒക്കുമോന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ തിരിച്ചറിയും. ആളെ കണ്ടാലെങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പറയാൻ തോന്നിക്കാൻ? ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഒരു 25 വയസ്സിനപ്പുറത്തുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ. ആ. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ. നിന്നെ അല്ലടി എന്നെ. അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടാലും സാർ അറിയാത്തത്? സാധു കുട്ടിയാ. ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ, അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ എസ് പി ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാറേ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാടിക്കരിഞ്ഞോട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നാലെന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? വരുന്നു. ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുങ്ങി തിന്നാൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സൺസ്, അതല്ല ചോദിച്ചത്. കേസ് അന്വേഷണം എന്താ ഇത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്നു. സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്കെങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ? എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, Yes, proceed. പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. ഓ, I see. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിൽ കൂടെ. യെസ് സാർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത്? ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് ഐജി പിടിക്കണു. സാർ, ഞാൻ SP ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായര? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടും പോടാ, ഇന്ന് ഭൂമിയിൽ നിലയായി வாழ்ந்தവൻ യാരടാ. ഛീ! എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. ആ, എടാ, നിന്റെ ബാത്റൂം എന്റെ അടുത്ത് വേണ്ട. ഇല്ല, എടാ, ഒരു പരിചയമില്ല. നിന്റെ വണ്ടി എന്നെ ഓട്ടം വിളിച്ചല്ലേ? വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എന്താ ചെയ്യാ? പഠിച്ചവരാണ് നമുക്ക് ഒരു പിടിയില്ല. ഓൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തല്ല സംഭവിക്കും. എടാ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി നീ പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? അല്ല, രണ്ടും വേണ്ട സാറേ. പൊന്നു സാറേ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എടാ, എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. ചിരിക്കല്ല സാറ്, തെറ്റിദ്ധരിച്ചാലും ഞാൻ കാര്യമാണോ?
ഉണ്ടല്ലോ ഒന്നും ചെയ്യണില്ല. ശരി സൈതാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല സംഘത്തിലുമില്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാധീനക്കാരനായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ദേ, ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ, അതാ അബദ്ധ. അതാ പറഞ്ഞത്. സാറ് വാ. എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര വെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാനെ. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ, കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി ഒന്ന് നോക്ക്. സാർ, ഓടോ. ഇതെവിടെ നോക്കിയാണോ നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലി ഇടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങ പോയിട്ടാണ് ഇവിടെ തിരുട്ടപ്പെടുക. ഓ സോറി സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. കള്ളൻ, അവൻ താനിവൻ, ഇവൻ താനവൻ. കള്ളൻ, നിഴലാകെ തിരുടാ, നിഴലാകെ திருடன் திருடன் ஓடி வாங்க அவன் திருடன் ஓடி வாங்க ஓடி கூப்பிடு.